പണ്ടത്തെ കായംകുളം കൊട്ടാരത്തിലെ മഹാരാജാവിൻ്റെ ഉപദേവതാമൂർത്തിയായിരുന്നു കുമരൻ ചിറദേവി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദേവി കൊട്ടാരത്തിലെ ഒരു ഭൃത്യൻ്റെ കൂടെ യാത്ര തുടങ്ങി. അങ്ങനെ ദേവി പുതിയകാവ് അമ്പലത്തിലെത്തി. അന്ന് പുതിയകാവ് അമ്പലം ഇന്നത്തേതുപോലെ അത്ര വലുതല്ല, വളരെ ചെറിയൊരു അമ്പലമായിരുന്നു. അതിനാൽ തനിക്ക് മറ്റൊരു ഇരിപ്പിടം വേണമെന്നും അതിൻ പ്രകാരം ഒരു ഓലക്കുടയിൽ ഭൃത്യൻ്റെ കൂടെ വീണ്ടും കിഴക്കോട്ട് യാത്ര ആരംഭിച്ചു. അങ്ങനെ ദേവി ചിറയിൽ തറവാട്ടിലെ കുമരൻ്റെ മണ്ണിലെത്തി. അവിടെ ദേവി സാന്നിധ്യം തെളിയുകയും ചെയ്തു. അങ്ങനെ കാലം സാക്ഷിയായി ഉള്ളുരുകി വിളിച്ചാൽ വിളി കേൾക്കുന്ന കുമരൻ ചിറ ക്ഷേത്രം ഉദയം കൊണ്ടു. അന്ന് ദേവിയുടെ കൂടെ വന്ന ഭൃത്യൻ ഇന്നുമുണ്ട് തമ്പുരാട്ടിയുടെ മണ്ണിൽ.